കുട്ടി, കുട്ടികൾക്ക് വല്ലതും മേടിച്ചു കൊടുക്കാൻ നോക്ക്. മേൽപ്പാടെ അതൊക്കെ തയ്യാറാണ്. എൻ്റെ മകനോട് പറഞ്ഞ് നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും അത്താഴം കഴിച്ച് കിടന്നുറങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് മേൽപ്പാടിൻ്റെ കൂടെ പൂജകളിലും മറ്റു കാര്യങ്ങളിലും അവർ കൂടെ നിന്നു. ആ അടച്ചിട്ട മുറി ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ട് അഗ്നിയും കഴിഞ്ഞുകൂടി. അങ്ങനെ അവസാന ദിവസം വന്നു. അതിരാവിലെ എല്ലാവരും കുളിച്ച് തയ്യാറായി നിൽക്കുകയാണ് അവസാനത്തെ പൂജയ്ക്കായി. എന്നാൽ അർണവിൻ്റെ മനസ്സ് അസ്വസ്ഥതകളാൽ വീർപ്പുമുട്ടുകയാണ്. എന്തെന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അഗ്നിക്ക് വല്ലതും സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അവൻ്റെ അല്ല, അവിടെയുള്ള എല്ലാവരുടെയും. പോയി അഗ്നിയെ ഇവിടെ കൊണ്ടുവരുന്നതിനായി തയ്യാറാക്കൂ. അവർ പോകുന്നതിന് മുമ്പേ ഋത്തിക്കിനെയും അർണവിനെയും ഋഷിയെയും ഒന്ന് നോക്കി. അവൾ കുളിച്ച് വസ്ത്രം മാറി അവിടേക്ക് വരുന്നു. ഇവിടെ വന്ന് ഇരിക്കൂ. ഇതാ, ഇത് പിടിച്ചോളൂ. ഈ മുട്ടുസൂചി അമർത്തി ഒരു തുള്ളി രക്തം ഈ അഗ്നികുണ്ഡത്തിലേക്ക് വീഴ്ത്തുക. എന്താ കുട്ടിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവൾ വിരലിലമർത്തി ഒരു തുള്ളി രക്തം അവിടെ വീഴ്ത്തുന്നു. ആരും ഭയക്കേണ്ടതില്ല. ആ ഗ്രന്ഥത്തിലെ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നിർത്താൻ പാടില്ല. നിങ്ങളും ഞാൻ പറഞ്ഞതെന്ന മന്ത്രങ്ങൾ പറയുക. ചുറ്റും എന്ത് നടന്നാലും മന്ത്രങ്ങൾ പറയുന്നത് നിർത്തരുത്. കാരണം അറിയാലോ, മകേഷിന്റെ ആത്മാവിനെ എനിക്ക് 2 ദിവസം മാത്രമേ മന്ത്രച്ചരടുകളാൽ ബന്ധിച്ചു വെക്കാൻ കഴിയൂ. അത് പൊട്ടിച്ചു കളഞ്ഞ് അവ എപ്പോ വേണമെങ്കിലും വരാം. ജാഗ്രതരായ എല്ലാവരും ഇരിക്കണം. അതോടൊപ്പം മന്ത്രങ്ങൾ പറയും വേണം. മകേഷ് അഗ്നിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. അഗ്നിയുടെ മുന്നിലായി മീനാക്ഷി വന്നു. മീനാക്ഷിയും അഗ്നിയും പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് മകേഷ് പിറകിലോട്ട് നീങ്ങി. കാരണം അഗ്നിയുടെ കൈകളിൽ മന്ത്രച്ചരടുകളാൽ ജപിച്ച് ഉണ്ടാക്കിയ ഒരു പാവയുണ്ടായിരുന്നു. മകേഷ് പിറകിലോട്ട് നീങ്ങി അർണവിൻ്റെ ശരീരത്തിൽ തീർന്നു. ഇത് പിടിക്കുക, എന്നിട്ട് ഈ അഗ്നികുണ്ഡത്തിലേക്ക് ഇടുക. മറ്റൊന്നും ചിന്തിക്കേണ്ട. അവൻ പലതും ചെയ്യും. ഭർത്താവിനൊന്നും സംഭവിക്കില്ല. അവൾ അത് വാങ്ങിച്ച് അഗ്നികുണ്ഡത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. അത് കണ്ട മകേഷ് മീനാക്ഷിയെ തള്ളി മാറ്റി അവളുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ മകേഷ് വരുന്നതിന് മുമ്പേ തന്നെ അഗ്നി അത് അഗ്നികുണ്ഡത്തിലേക്ക് ഇടുന്നു. ആ സമയത്ത് മറ്റൊരിടത്ത് മകേഷിൻ്റെ അസ്ഥിയും കത്തിക്കുന്നു. അർണവിൻ്റെ ദേഹത്തു നിന്നും മകേഷിൻ്റെ ആത്മാവ് വെടിയുന്നത് അവൻ താഴേക്ക് വീഴുന്നു. എടാ അർണോ, മോളെ, നിന്നെ ഒരു നോക്ക് കാണണം എന്ന് അമ്മ ഒരുപാട് കൊതിച്ചത്. എന്തായാലും അമ്മയ്ക്ക് സമാധാനമായി. നിന്നെ പൊന്നുപോലെ നോക്കാൻ ഒരു ഭർത്താവും കുടുംബവും ഇല്ലേ നിനക്ക്? അത് മതി അമ്മയ്ക്ക്. എന്നാ അമ്മ പോട്ടേടാ. അവസാനം എന്ന വിധം സ്വന്തം മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ അമ്മ ചുറ്റും നോക്കി. എല്ലാവരുടെ മുഖത്തും സങ്കടം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്തെന്നില്ലാത്ത സന്തോഷത്തിൽ ആ അമ്മ ചിരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും യാത്രയായി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം
മനു അവിടേക്ക് വരുന്നു. മേൽപ്പാടിനോടും കൃഷ്ണൻകുട്ടി ചേട്ടനോടും യാത്ര പറഞ്ഞ് അവർ റിസോർട്ടിലേക്ക് തിരിച്ചു. പിന്നീട് രാവിലെ വീട്ടിലേക്ക്. പ്രതാപേട്ടാ, ദേ പിള്ളേർ വന്നു, ഇങ്ങ് വന്നേ. അമ്മ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? അല്ല, നിനക്കെന്ത് പറ്റിയടാ? എന്താടാ, മുറിവൊക്കെ ഉണ്ടല്ലോ, എന്തുപറ്റി? മോളെ, നീ ഓക്കെ അല്ലടാ? നിനക്ക് അമ്മയായിട്ട് ഞാനില്ലേ? നിന്റെ അച്ഛനും 2 ഏട്ടന്മാരും സഹോദരിമാരും എല്ലാവരും ഇല്ലേ? പിന്നെ നിന്നെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ നിന്റെ ഭർത്താവും ഇല്ലേ? ഒന്നും ആലോചിച്ചിട്ട് മോൾ വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും കുളിച്ച് ഫ്രഷായി അമ്മ ഫുഡ് എടുത്തേക്ക്. അമ്മേ, അച്ഛാ, ഇങ്ങൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ, പറഞ്ഞോ. നിങ്ങളൊരു അപ്പൂപ്പനെ അമ്മൂമ്മയാവാൻ പോകും. ആ, അത്രേ ഉള്ളൂ? എടീ, നീ ഒരു അമ്മൂമ്മയാവാൻ പോണെന്ന് അവൻ പറഞ്ഞ. എന്ത്? സത്യം? പിന്നീട് സന്തോഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോളെ എന്ത് പറ്റി? അറിയില്ല, കുറച്ച് ദിവസമായി എന്തോ പോലെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ഒരു അമ്മൂമ്മയാവാൻ പോകുന്നു. മോളെ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്നിട്ട് അച്ഛനെ അറിഞ്ഞവനെ വിളിക്കാം. മക്കളെ, നിങ്ങളിവിടെ ഇരിക്കും, ഞാനും മോളും പോയിട്ട് വരാം. நீயும் நானும் அன்பே கண்கள் கோர்த்து கொண்டு வாழ்வின் எல்லை சென்று ஒன்றாக வாழலாம். ஆயுள் காலம் யாவும் அன்பே நீயே போதும். இமைகள் நான்கும் போர்த்தி இதமாய் நாம் தூங்கலாம். நீயும் நானும் அன்பே. This new product launch is critical for us. I hope all departments can hand in their proposals as soon as possible. നീയല്ലേ ഇവിടെ? അമ്മ പറഞ്ഞു ശരീരം ഇളക്കണ്ടെന്ന്. അതിന്? എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ആ, അത് ശരിയാ. ഇന്നത്തെ ശാന്തിച്ച ഫുഡ് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഉപ്പുമില്ല, പൊടിയുമില്ല. എനിക്ക് പുളിയുള്ള മസാല ദോശയും മാങ്ങയും വേണം. എന്ത്? പൊടിയുള്ള മസാല ദോശയോ? അല്ല, പുളിയുള്ള മാങ്ങ. തേങ്ങ നിനക്ക് സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത് മേടിച്ച് തിന്നൂടെ? പിന്നെ മാങ്ങ വീട്ടിന്റെ ഫ്രണ്ടില് മാവിരിപ്പുണ്ടല്ലോ, കേറി പറിച്ചൂടെ എനിക്ക്? ഹോ, ഇവിടെ തേങ്ങ തലയുള്ള ഋഷി, നിന്റെ തല തിന്നാ കാണാറ. ആ റോക്കിയും കാട്ടും കഷ്ടമാണല്ലോ നീ. ഞാൻ പറയാം, അല്ല നീ ആയിട്ട് മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നു. അതെ, യു ആർ ഗോയിങ് ടു ബി എ ഫാദർ. ഓ, നീ കുറെ നേരമായാലോ തുള്ളാൻ തുടങ്ങിയിട്ട്. അതിനു മാത്രം നീ എന്താ പറഞ്ഞേ? നീ പേങ്ങനല്ലടാ, അതിനപ്പുറമാണ്. ഞാൻ പറഞ്ഞൊന്ന് റിവീൽ ചെയ്ത് നോക്കട കാല. അല്ല, തമാശക്ക് ഞാൻ പറഞ്ഞു. നീ പേങ്ങനല്ലല്ലോടാ. നോക്കി നിൽക്കാതെ സിനിമയിൽ കാണും പോലെ എന്നെ തൂക്കി എടുത്ത് 2 കറക്കടാ. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. പാവങ്ങളായ അർണവിൻ്റെയും ഋഷിയുടെയും ഋത്തിക്കിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എനിക്കൊന്നും വയ്യ നടക്കാൻ. എന്നെ എടുക്കടാ പേങ്ങ. പേങ്ങ നിന്റെ തന്ത. എന്റെ കൊച്ചിനോർത്തില്ല ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്. ദൈവമേ, 5 എണ്ണം വേണമെന്നുള്ള എന്റെ ദുരാഗ്രഹം ഇന്നത്തോടെ അവസാനിച്ചു. എനിക്കൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എനിക്കിതൊക്കെ കണ്ടിട്ട് എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നു. ശരി, വേറെ വേണ്ടോ? പറയട്ടെ, ഇതാ പിടിച്ചത്. ഇത്രയും സാധനമോ? ദൈവമേ, ഇവളെന്റെ ബാങ്ക് ബാലൻസ് തീർക്കൊന്ന് തോന്നുന്നു. സ്വന്തം ഭാര്യയും കുഞ്ഞും തിന്നുന്നത്
കണക്ക് പറയാൻ പാടില്ല കേട്ടോ ഇറച്ചി. എന്നാലും ഇതൊന്നൊന്നര തീറ്റിയായി പോയി. ഞാൻ പോയി ഓർഡർ ചെയ്തു. ഇവിടെ നിന്നാ ശരിയായി. നീ ഇതെന്ത് തോന്നിയാസം കാണിക്കുന്നെ? എന്നെ വിളിച്ചൂടായിരുന്നോ? അത് നീ കിച്ചണിലായിരുന്നിട്ടെ, അതുകൊണ്ടോ? അതങ്ങനെ നീയല്ലേ പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കണമെന്ന്. സ്വന്തം ഭർത്താവിനെ കഷ്ടപ്പെടുത്തുന്ന ദുഷ്ടത്തി. മര്യാദയ്ക്ക് അമ്മ ഉണ്ടാക്കി തരൂലായിരുന്നു അവൾക്ക്. ചിരിച്ചോ? എന്റെ കൊച്ചിനെ ഓർത്തിട്ടാ ഞാൻ ഒന്നും മിണ്ടാത്ത. അതെ അതെ. എന്തായി, നിനക്ക് സംശയമുണ്ടോ? ഏയ്, എനിക്ക് സംശയമൊന്നുമില്ല. ശരി ശരി, വാ ഫുഡ് കഴിക്കാം. മോനെ ടെൻഷൻ അടിക്കാതെ, അവൾക്കും കുഞ്ഞിനും ഒന്നും പറ്റില്ല. അതെ, ഈ ലാവണ്യയുടെ ഹസ്ബൻഡ് ആരാ? സിസ്റ്റർ, ഞാനാ. ഇതാ ആൺകുട്ടിയാ. അഗ്നിക്ക് നല്ല ടെൻഷനുണ്ട്. സോ ഹസ്ബൻഡും കൂടി ഒന്ന് വരണം. ஏழு ஜென்மம் ஒன்றாக சேர்ந்து உன்னோடு இன்றே நான் வாழ வேண்டும். Congrats, it's a girl. Congrats, it's a girl. നീ കുഞ്ഞാണ് വിളിക്കൂ. ആ, ഞാൻ ഒരുക്കിയിട്ടൊക്കെ ഉണ്ട്. അമ്മൂട്ടൊക്കെ അവിടെ കളിക്കുക. ഇവിടെ ഇപ്പം എന്താണെന്നല്ലേ നിങ്ങളൊക്കെ ആലോചിക്കുന്നത്? എന്ന് ഞാൻ പറയാം. ഇന്ന് നമ്മുടെ അപ്പുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പു ആരാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. നമ്മുടെ ഋത്തിക്കിൻ്റെയും ലാവണിയുടെയും ഒരേ ഒരു മകൻ. അതെ, എല്ലാരും വന്നേ, കേക്ക് മുറിക്കാം. അപ്പോടെ അമ്മൂൻ്റെ മുഖത്തെന്താ ഇത്ര വിഷമം? നെക്സ്റ്റ് വീക്ക് അമ്മൂൻ്റെ ബർത്ത്ഡേ അല്ലേ? അപ്പോൾ നമ്മൾ പിന്നെയും കേക്ക് മുറിക്കുമല്ലോ. അത് കുഴപ്പമില്ല അമ്മ.
പഠിച്ചോളാം. വാ അമ്മ. ചെറിയച്ചാ, ഒരു പാട്ട് പാടൂ. ഒന്ന് പോയേർക്ക, എനിക്കൊന്നും വയ്യ. ഡാഡി പ്ലീസ്, നമ്മുടെ അപ്പുവിന് വേണ്ടിയല്ലേ, മമ്മിയും പാടും. ആ അങ്ങനെയാണേ ഡാഡി പാടാം. മമ്മി പ്ലീസ് പ്ലീസ്. പാടുമോളെ. ഉരുക്കു ചുരുത്തവളെ, എന്നെ കുങ്കുമത്തിൽ കരച്ചവളെ, നെഞ്ചിൽ മஞ்சள் തെച്ച് കൂടിക്കൈയിൽ എന്നെ கொஞ்சம் பூசு தாயே, உன் கொலுசுக்குள் மணியாக என்ன கொஞ்சம் மாத்து தாயே. உருக்கு சிறுத்தவளே, என்ன குங்குமத்தில் கரைச்சவளே, நெஞ்சில் மஞ்சள் தெச்சு குளிக்கையில் என்ன கொஞ்சம் பூசு தாயே, உன் பொருசுக்குள் மணியாக என்ன கொஞ்சம் மாத்து தாயே. நெஞ்சில் மஞ்சள் தெச்சு குளிக்கையில் என்ன கொஞ்சம் பூசு தாயே, உன் கொலுசுக்கு மணியாக என்ன கொஞ்சம் மாத்து தாயே. എവരിവൺ ലിസൺ ടു മീ. നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ? എടുക്കാം. അപ്പൊ ശരി, എല്ലാവരും ഒന്ന് നിരനിരയാന്ന് നിന്നേ. ചേച്ചി, നിങ്ങൾ വന്നോ? വാ കയറിയിരിക്കും. ലാവണ്യ, പോയി ജ്യൂസ് എടുത്തിട്ടോ. ചേച്ചി, ചേച്ചി എന്താ ഇവളെങ്ങനെ നോക്കിയിരിക്കുന്നത്? അല്ല ലക്ഷ്മി, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇവളെ കാണാൻ ഇവളുടെ അപ്പച്ചിയെ പോലെ തന്നെ ഉണ്ട്. എന്നെ പോലെയോ? എന്തൊക്കെയാ ആൻറ്റി പറയുന്നത്? മോൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കൊരപ്പച്ചി ഉണ്ടായിരുന്നു. നിങ്ങളുടെ അച്ഛൻ്റെ അനിയത്തി ഏതോ ഒരുത്തിനാണ് ഇഷ്ടത്തിലായി, പിന്നെ അവൻ്റെ ഒപ്പം കഴിഞ്ഞുപോയി. അങ്കിൾ, എനിക്ക് അപ്പച്ചിയെ കാണണമായിരുന്നു. ഫോട്ടോ വല്ലതും ഉണ്ടോ? ആ വാ മോളെ. ആ